ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമീബിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. 4 മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു. നിപ ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന സ്ത്രീ മരിച്ചു. പരിശോധനാ ഫലം വരുന്നതുവരെ മൃതദേഹം സംസ്കരിക്കരുതെന്ന് ആരോഗ്യവകുപ്പ്. കേന്ദ്ര കായിക സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ നാളെ തിരുവനന്തപുരം കാര്യവട്ടം LNCPEയിലെ പുതിയ മെഡിക്കൽ സെന്റർ ഉദ്ഘാടനം ചെയ്യും. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേരിൽ മാറ്റം വരുത്താൻ തയ്യാറെന്ന് ഹൈക്കോടതിയെ അറിയിച്ച അണിയറ പ്രവർത്തകർ. പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് അർദ്ധരാത്രി വരെ തുടരും. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ ചെറുതന പുത്തൻ ചുണ്ടൻ ജേതാവായി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് മാഞ്ചസ്റ്ററിൽ. വാർത്തകൾ വിശദമായി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ നമീബിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമീബിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ആരോഗ്യവും വൈദ്യശാസ്ത്രവും, ആഗോള ജൈവ ഇന്ധനം, അടിസ്ഥാന സൌകര്യം, സംരംഭകത്വം എന്നീ മേഖലകളിൽ ധാരണാപത്രം ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടായിരുന്നു ചർച്ചകൾ. നമീബിയയുടെ സ്ഥാപക പിതാവും ആദ്യ പ്രസിഡന്റുമായിരുന്ന സാം നുജോമയ്ക്ക് പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിക്കും. നിപ വ്യാപനത്തിനെതിരെ സംസ്ഥാനത്ത് കർശന ജാഗ്രത തുടരുന്നു. അതേസമയം മലപ്പുറം കോട്ടക്കലിൽ നിപ ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന സ്ത്രീ മരിച്ചു. പരിശോധനാ ഫലം വരുന്നതുവരെ മൃതദേഹം സംസ്കരിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. മങ്കടയിൽ നിപ ബാധിച്ച് മരിച്ച പെൺകുട്ടിക്കൊപ്പം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന പരപ്പനങ്ങാടി സ്വദേശിനിയാണ് മരിച്ചത്. നിപ സ്ഥിരീകരിച്ച പാലക്കാട് സ്വദേശിനി കോഴിക്കോട് ICUവിൽ ചികിത്സയിലാണ്. നിലവിൽ 485 പേരാണ് നിപ സമ്പർക്ക പട്ടികയിലുള്ളത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേരിൽ മാറ്റം വരുത്താൻ തയ്യാറെന്ന് ഹൈക്കോടതി അറിയിച്ച അണിയറ പ്രവർത്തകർ. സിനിമയ്ക്ക് 2 മാറ്റങ്ങളോടെ പ്രദർശനാനുമതി നൽകാമെന്ന് സെൻസർ ബോർഡ് ഹൈക്കോടതി അറിയിച്ചിരുന്നു. സിനിമയുടെ പേരിലെ ജാനകി എന്നതിന് പകരം ജാനകി V അല്ലെങ്കിൽ V ജാനകി എന്ന് മാറ്റണമെന്നായിരുന്നു ബോർഡിന്റെ ഒരാവശ്യം. കോടതി രംഗങ്ങളിലെ 2 സീനുകളിൽ ജാനകി എന്ന പേര് വരുന്ന ഭാഗം നിശബ്ദമാക്കാൻ തയ്യാറാണെന്നും നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചു. ഈ പശ്ചാത്തലത്തിൽ മാറ്റങ്ങൾ വരുത്തിയ പതിപ്പിന് 3 ദിവസത്തിനകം സെൻസസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ജസ്റ്റിസ് N നാഗരേഷ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. BJP മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തും. ഈ മാസം 12-ന് BJPയുടെ പുതിയ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ ഷാ പുത്തരിക്കണ്ടം മൈതാനത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ ബൂത്ത് ലെവൽ നേതാക്കളെ അഭിസംബോധന ചെയ്യും. BJP സംസ്ഥാന നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം കാര്യവട്ടം LNCPEയിലെ പുതിയ മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ കേന്ദ്ര കായിക സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ നിർവഹിക്കും. മികച്ച കായിക താരങ്ങൾ, പരിശീലകർ തുടങ്ങിയവരെ കേന്ദ്ര സഹമന്ത്രി ആദരിക്കും. കളരിപ്പയറ്റ്, തായ്ക്കൊണ്ടോ, യോഗ, വോളിബോൾ എന്നിവയുടെ പ്രദർശനവുമുണ്ടാകും. തിരുവനന്തപുരം ഗോൾഫ് ക്ലബ്ബ് മന്ത്രി സന്ദർശിക്കും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായ കീമിന്റെ ഫലം ഹൈക്കോടതി റദ്ദാക്കി. പരീക്ഷയുടെ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയ ശേഷം വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ജസ്റ്റിസ് DK സിംഗിന്റേതാണ് ഉത്തരവ്. കേരള സിലബസ് വിദ്യാർത്ഥികളുടെ മാർക്ക് ഏകീകരണ ഫോർമുല ചോദ്യം ചെയ്തായിരുന്നു ഹർജി. കീം പരീക്ഷാഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധം തുടർ നടപടി തീരുമാനിക്കുമെന്ന് മന്ത്രി R ബിന്ദു പറഞ്ഞു. കോടതി വിധിയുടെ പകർപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് ഡിവിഷൻ ബെഞ്ചിന്റെ അപ്പീൽ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ ചെറുതന പുത്തൻ ചുണ്ടൻ ജേതാവായി. 2ാം സ്ഥാനം ചമ്പക്കുളം ചുണ്ടനും നേടി. വള്ളംകളിയുടെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. ഓളപ്പരപ്പിനെ കീറിമുറിച്ച ജലരാജാക്കന്മാർ കുതിച്ചുപാഞ്ഞപ്പോൾ പമ്പയാറിന്റെ ഇരു കരകളിലും തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടും മുഴുക്കി തുഴച്ചിൽക്കാർക്ക് ആവേശം പകർന്നു. കെട്ടുവള്ളങ്ങളും സ്പീഡ് ബോട്ടുകളും ചെറുവള്ളങ്ങളും ട്രാക്കിലേക്ക് കയറിയപ്പോൾ ഇവരെ നിയന്ത്രിക്കാൻ പോലീസിനും സംഘാടകർക്കും പണിപ്പെടേണ്ടി വന്നു. 1ാം ഹീറ്റ്സിൽ നടുഭാഗത്തെ വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കിയാണ് ചെറുതന പുത്തൻചുണ്ടൻ ഫൈനലിൽ എത്തിയത്. 2ാം ഹീറ്റ്സിൽ ആയാപറമ്പ് പാണ്ടിയും ചമ്പക്കുളവും ഒരുമിച്ച് ഒട്ടിച്ചേർന്ന് മത്സരിച്ചപ്പോൾ മത്സരം റദ്ദാക്കി. ഫൈനലിൽ മത്സരിക്കാൻ ചമ്പക്കുളം ചുണ്ടന് യോഗ്യത നൽകി. വെപ്പുവള്ളങ്ങളും തീപാറുന്ന പോരാട്ടം കാഴ്ചവെച്ചു.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുന്നു. അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. പണിമുടക്കിനെ തുടർന്ന് സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. കെഎസ്ആർടിസി സർവീസുകൾ പലയിടത്തും തടഞ്ഞത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. ചിലയിടങ്ങളിൽ സർക്കാർ ഓഫീസുകളിലെ പ്രവർത്തനത്തെ പണിമുടക്ക് ബാധിച്ചു. സംസ്ഥാനത്ത് ഒട്ടുമിക്ക കടകളും ഹോട്ടലുകളും ഇന്ന് പ്രവർത്തിച്ചില്ല. അതേസമയം സമരാനുകൂലികൾ നടത്തിയ ആക്രമണങ്ങളിൽ അന്വേഷണം വേണമെന്ന സമരത്തിൽ നിന്ന് വിട്ടുനിന്ന BMS അനുകൂല സംഘടനകൾ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ദേശീയ പണിമുടക്കിന്റെ പേരിൽ നടന്ന അക്രമങ്ങൾ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. സംസ്ഥാന വ്യാപകമായി നാളെ പഠിപ്പ് മുടക്കുമെന്ന് SFI ഭാരവാഹികൾ അറിയിച്ചു. കേരള സർവകലാശാലയിൽ നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പഠിപ്പ് മുടക്ക്. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അതേസമയം പ്രതിഷേധ സമരം നടത്തേണ്ടത് സർവകലാശാലകളിലേക്കല്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പത്തനംതിട്ട കോന്നിയിൽ ക്വാറിയിലെ ജോലിക്കിടെ ഉണ്ടായ അപകടത്തിൽ മരിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളായ അജയ് കുമാർ റായ്, മഹാദേവ് പ്രധാൻ എന്നിവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഇരുവരുടെയും മൃതദേഹം അല്പസമയത്തിനകം നാട്ടിലേക്ക് കൊണ്ടുപോകും. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുൾപ്പെടെ എല്ലാ ചെലവും കുടുംബത്തിന് കൃത്യമായ നഷ്ടപരിഹാരവും ക്വാറി ഉടമ വഹിക്കണമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു. അരിവാൾ രോഗ പ്രതിരോധം, ബോധവൽക്കരണം എന്നിവ ലക്ഷ്യമാക്കി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന അറിയാം അകറ്റാം അരിവാൾ കോശ രോഗം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള രോഗനിർണയം കാസർഗോഡ് ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. കേരള സർക്കാർ പട്ടിക വികസന വകുപ്പ്, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്, ദേശീയ ആരോഗ്യ ദൌത്യം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിശോധന നടത്തുന്നത്. കാസർഗോഡ് ജില്ലയിലെ കോടോംവേളൂർ പഞ്ചായത്തിലെ കോളിയാർ പട്ടികവർഗ ഉന്നതിയിൽ രോഗപരിശോധന ക്യാമ്പ് നടത്തി. അരിവാൾ കോശരോഗം അഥവാ സിക്കിൾ സെൽ ഡിസീസ് എന്നത് ശരീരത്തിലെ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ തന്മാത്രകൾക്ക് തകരാർ സംഭവിക്കുന്ന ഒരു ജനിതക അവസ്ഥയാണ്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ രോഗമുണ്ടാകാൻ തുല്യ സാധ്യതയാണുള്ളത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ഈ മാസം 12 വരെ കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് മാഞ്ചസ്റ്ററിൽ നടക്കും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യ നിലവിൽ 2-1 മുന്നിലാണ്. പരമ്പരയിലെ അവസാന മത്സരം ഈ മാസം 12 ബർമിംഗ്ഹാമിൽ നടക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിന് നാളെ വെസ്റ്റ്മിൻസ്റ്ററിൽ തുടക്കമാകും. ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. ഇരു ടീമുകളും പരമ്പരയിലെ ഓരോ മത്സരങ്ങൾ വീതം ജയിച്ചിട്ടുണ്ട്. ഈ മാസം 24 4ാം മത്സരം. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല നാളെ കണ്ണൂർ തളിപ്പറമ്പിൽ നടക്കും. PIB കേരളം ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിച്ചാമി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് പ്രാദേശിക പത്രപ്രവർത്തകർക്ക് അറിവ് പകരുകയാണ് ലക്ഷ്യം. പൌരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മെത്രാപ്പൊലീത്ത മാർ അപ്രേമിന്റെ ഖബറടക്കം നാളെ ഉച്ചയ്ക്ക് തൃശൂർ മാർത്താ മറിയം വലിയ പള്ളി അങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിൽ നടക്കും. വലിയ പള്ളിയിൽ പൊതുദർശനം തുടരുകയാണ്. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് മൊബൈൽ പാസ്പോർട്ട് സേവാ വാനുകൾ വിന്യസിക്കുന്നു. നാളെ തിരുവനന്തപുരം കളക്ടറേറ്റ് പരിസരത്ത് ജില്ലാ കളക്ടർ അനുകുമാരിയും റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ജീവാമയ്യ ജോയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ അപേക്ഷകർക്ക് സേവനം ലഭ്യമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമീബിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. 4 മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു. നിപ ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന സ്ത്രീ മരിച്ചു. പരിശോധനാ ഫലം വരുന്നതുവരെ മൃതദേഹം സംസ്കരിക്കരുതെന്ന് ആരോഗ്യവകുപ്പ്. കേന്ദ്ര സഹമന്ത്രി രക്ഷാ നിഖിൽ ഖഡ്സെ നാളെ തിരുവനന്തപുരം കാര്യവട്ടം LNCPEയിലെ പുതിയ മെഡിക്കൽ സെന്റർ ഉദ്ഘാടനം ചെയ്യും. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേരിൽ മാറ്റം വരുത്താൻ തയ്യാറെന്ന് ഹൈക്കോടതിയെ അറിയിച്ച് അണിയറ പ്രവർത്തകർ. പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് അർദ്ധരാത്രി വരെ തുടരും. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ ചെറുതന പുത്തൻചുണ്ടൻ ജേതാവായി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് മാഞ്ചസ്റ്ററിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.